ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. 20 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 21ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു കാര്യവും നമ്മൾ 21 ദിവസം തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. അപ്പോൾ കഴിഞ്ഞ 20 ദിവസവും നമ്മളെല്ലാറ്റിനും നന്ദി പറയാനായിട്ട് പരിശീലിച്ചു കഴിഞ്ഞു. ഇന്നുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാറ്റിനും നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 20 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ സക്സസ് സ്റ്റോറികൾ പങ്കുവെക്കുക. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ നന്മ കൂടിയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാഗ്നിഫിസൻറ്റ് ഔട്ട്കം, അതായത് അതിഗംഭീര ഗുണഫലങ്ങൾ. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുന്നതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഒരു 2 മിനിറ്റ് എടുത്തിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിന് ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുക. അതിന് നന്ദി പറയുക. അതിനുശേഷം ആ കാര്യം ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് വിചാരിക്കുക. ആ ഇൻ്റർവ്യൂ നന്നായിട്ട് പാസ്സാകാൻ കഴിയും എന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ സന്തോഷത്തോടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പോയിരിക്കുന്നതായും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ നന്നായിട്ട് ആൻസർ പറയുന്നതായിട്ടും നമ്മൾ പറഞ്ഞ ഉത്തരത്തിൽ അവർക്ക് സന്തോഷം തോന്നിയതായിട്ടും അവർ നമ്മളെ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്തതായിട്ടും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നന്ദി പറയുക. അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ വിശ്വസിക്കുക. അതാണ് ഇവിടെ പ്രധാനം. ഇതുപോലെ തന്നെ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് വിചാരിക്കുക. ഒന്നിലും നെഗറ്റീവ് വിചാരിക്കാതിരിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി തന്നെ നടക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടെ ചെയ്യുക. ഒന്നിലും അവിശ്വാസം പാടില്ല. ഒരു പൈലറ്റ് വിമാനം പറത്തുമ്പോൾ അദ്ദേഹം പഠിച്ച ശാസ്ത്രത്തിൽ അവിശ്വസിച്ചാൽ എന്തായിരിക്കും ഫലം? അപ്പോൾ അവർക്ക് ആ ഒരു അവിശ്വാസം ഉണ്ടാവില്ല. ആ ഫ്ലൈറ്റ് നന്നായി തന്നെ പോകും. എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്തും എന്ന വിശ്വാസത്തോടെയാണ് അദ്ദേഹം ആ വിമാനം പറത്താൻ തുടങ്ങുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക. അതിന് നന്ദി പറയുക. ഇനി നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുക്കുക. അതിൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് എടുക്കുക. അതിൽ 3 കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് ഓരോന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ കാര്യത്തിന് ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുക. എന്നിട്ട് വിശ്വസിക്കുക, നന്ദി പറയുക. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത പ്രാക്ടീസുമായിട്ട് വരാം. ബായ്.